വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇരിട്ടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് ജാമുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകമായിട്ടുള്ള വളണ്ടിയേഴ്സിനെ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ സമയം പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇരിട്ടി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് നഗരത്തിൽ സംയുക്ത ഗതാഗത പരിശോധന നടത്തിയിരുന്നു. ഇരിട്ടി പാലം മുതൽ പേരാവൂർ റോഡ് സിവിൽ സ്റ്റേഷൻ വരെയും മട്ടന്നൂർ റോഡ് സൂര്യ സിൽക്സ് വരെയുമുള്ള പരിസരങ്ങളിൽ നേരിട്ടെത്തി പാർക്കിംഗ് സൗകര്യങ്ങളും റോഡരികിലെ അനധികൃത പാർക്കിംഗും സംഘം വിലയിരുത്തി. ഇതിന്റെ തുടർച്ചയായി ട്രാഫിക് കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിച്ച പരിഷ്കരണ നടപടികൾ നാളെ ജൂലൈ 1 മുതൽ കർശനമായി നിലവിൽ വരികയാണ്. ഈ പരിഷ്കരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമായി പ്രത്യേക വോളണ്ടിയർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പേ പാർക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ റോഡരികിൽ അനധികൃതമായി വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇരിട്ടി പാലം മുതൽ പയഞ്ചേരി മുക്ക് വരെയുള്ള ഭാഗങ്ങളിൽ റോഡിനിരുവശവും പാർക്കിംഗ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നും അനാവശ്യമായി ദീർഘനേരം പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ചെയർപേഴ്സൺ പ്രൈം വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇരിട്ടി ടൗൺ ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ട യോഗം ചേർത്ത് ജൂലൈ മാസം 1-ാം തീയതി മുതൽ പുതിയ പരിഷ്കരണം നടപ്പിലാക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇരിട്ടി ടൗണിലെ ഇരിട്ടി പാലം മുതൽ പയഞ്ചേരി വരെയുള്ള റോഡിൻ്റെ ഇരുവശവും സന്ദർശിക്കുകയും പ്രധാനപ്പെട്ട പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ജൂലൈ 1 മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇരിട്ടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് ജാമുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകമായിട്ടുള്ള വളണ്ടിയേഴ്സിനെ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ സമയം പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിരാവിലെ ഇരിട്ടി ടൗണിൽ മറ്റ് പ്രദേശങ്ങളിൽ പോകുന്ന ആളുകൾ വന്ന് പാർക്ക് ചെയ്ത് പിന്നീട് വൈകുന്നേരം വന്ന് വാഹനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന സ്ഥിതി പലപ്പോഴായിട്ട് കാണുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ അത്തരം വാഹനങ്ങൾ പേ പാർക്കിംഗ് സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ വളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അങ്ങനെ വ്യാപാരികളുടെയും അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും എല്ലാം സഹകരണത്തോടുകൂടിയാണ് ജൂലൈ 1 മുതൽ ട്രാഫിക് പരിഷ്കരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കി സുഗമമായ യാത്ര ഉറപ്പാക്കാൻ പൊതുജനങ്ങളും വാഹന ഉടമകളും പുതിയ ട്രാഫിക് ക്രമീകരണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്നും മുനിസിപ്പൽ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.